എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. യോഗീശ്വര നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അമ്പലപ്പുഴ എന്നൊരു പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും സ്ഥലത്തിൻ്റെ, അല്ലേ? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധം. അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. എല്ലാ കൃഷ്ണഭക്തർക്കും അറിയുന്ന ഒരു കാര്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ആ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലും കൂടി. നമുക്ക് 1545 കാലഘട്ടത്തിലേക്കൊന്ന് പോകാം. കുറച്ച് പുറകോട്ടാണ്. അക്കാലത്ത് ചെമ്പകശ്ശേരി രാജാവും വില്ലുമംഗല സ്വാമിയും കൂടെ ഒരു വഞ്ചിയിൽ ഇങ്ങനെ പോവുകയാണ്, പുഴയിൽ കൂടി. പുഴകളാണല്ലോ ആലപ്പുഴയെന്ന് പറഞ്ഞാൽ. ആലപ്പുഴയിൽ ആകെ പുഴ എന്നാ പറയാം, അല്ലേ? ആ സമയത്ത് അദ്ദേഹം വഞ്ചിയിരിക്കുമ്പോൾ നയനാനന്ദകരമായ ഒരു മുരളീനാദം കേട്ടു. അത് വേറെ ആർക്കും അങ്ങനെ ആ നാദം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ബ്രഹ്മജ്ഞാനിയായ വില്ലുമംഗല സ്വാമിക്ക് അറിയാം. അദ്ദേഹം അവിടെയൊക്കെ നോക്കി, ഒറ്റ മനുഷ്യനെയും കാണുന്നില്ല. അദ്ദേഹം തീർച്ചയായിട്ടും ഉറപ്പിച്ചു, ഇത് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ നാരായണൻ്റെ ഒരു വാസസ്ഥലം തന്നെയാണ്. അദ്ദേഹം വേഗം ചെമ്പകശ്ശേരി രാജാവിനോട് പറഞ്ഞു, വേഗം ഇവിടെ ഒരു ക്ഷേത്രം പണിയും, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ കാണുന്ന അവിടെ സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അദ്ദേഹം എങ്ങനെയാണ് നിൽക്കുന്നത്? വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. പാർത്ഥസാരഥിയായിട്ട്. പാർത്ഥസാരഥിയായി നിന്നതാണെങ്കിൽ ഇന്ന് നമ്മളെല്ലാ ഭക്തരും പാർത്ഥന്മാരാണ്. നമ്മളെയൊക്കെ നയിക്കാൻ വേണ്ടി, നമ്മളെയൊക്കെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ സാരഥിയായിട്ട് സാക്ഷാൽ പരബ്രഹ്മമൂർത്തി വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം, അമ്പലപ്പുഴ പാൽപ്പായസം എല്ലാവർക്കും അറിയാമല്ലേ, വളരെ വിശേഷമാണ്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം. ഒരു ബ്രാഹ്മണൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഭയങ്കര കടം മൂത്തു, നിക്കക്കളിയില്ലാതെ കടം മൂത്തു. ആ സമയത്ത് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സങ്കടവും ദേഷ്യവും മണ്ണ് കിഴക്കേ നടയിലേക്ക് വന്നു. ക്ഷേത്രത്തിൻ്റെ കുടുംബയൊക്കെ, അന്ന് കുടുംബ കെട്ടുന്നവരാണ് നമ്പൂതിരിമാർ. കുടുംബയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ഒരു ശബ്ദം ചെയ്തു, ഇവിടെ ഇനി ഉച്ചപൂജ നടക്കണമെങ്കിൽ എൻ്റെ കടം വീട്ടാൻ ഈ രാജാവ് മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രഖ്യാപനവും ചെയ്തു. രാജാവ് വളരെ ബുദ്ധിമുട്ടി. രാജാവ് പ്രയാസപ്പെട്ടു. മന്ത്രിയോട് പറഞ്ഞു, വേഗം ഇടപെടുമെന്ന് പറഞ്ഞു. മന്ത്രി വന്ന് പറഞ്ഞു, എന്താണ്, എൻ്റെ കടം തീരാതെ ഇവിടെ ഉച്ചപൂജ ഇന്ന് നടക്കാൻ പാടില്ല. അത് ഞാനെടുത്ത തീരുമാനമാണ്, ഞാൻ ഭഗവാനും ഞാനൊരു കണ്ടീഷനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രി വേഗം ആ നാട്ടിലെ എല്ലാ ആൾക്കാരോടും പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ നെല്ലും ധാന്യം, ആ നെല്ല് ഈ കിഴക്കേ നടയിൽ കൊണ്ട് നിറയ്ക്കൂ എന്ന് പറഞ്ഞു. സകല ആൾക്കാരും, നാട്ടുകാരെല്ലാം. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞു, ഉച്ചപൂജയ്ക്ക് മുൻപ് ഇവിടെ കൊണ്ടിടുന്ന ഈ നെല്ലെല്ലാം നിങ്ങളെടുത്ത് മാറ്റിക്കോണം, ഇവിടുന്ന് ഞാനിവിടെ ക്ലീൻ ആക്കിക്കോണം ഉച്ചപൂജയ്ക്ക് മുമ്പ് എന്നും മന്ത്രി ബ്രാഹ്മണനോട് പറഞ്ഞു. ആൾക്കാർ കൊണ്ട് ധാന്യം ചൊരിഞ്ഞ് ബ്രാഹ്മണന് എടുത്ത് മാറ്റാനാവാത്ത അവസ്ഥയായിപ്പോയി. അദ്ദേഹത്തിന് എടുത്ത് മാറ്റാൻ പറ്റില്ല, അതിനൊക്കെ എത്രയോ അധികമായിപ്പോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഒന്നുകൂടി പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഈ നെല്ലിൻ്റെ വിലയും അതിൻ്റെ പലിശയും അങ്ങയുടെ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടുത്തേക്ക് തന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ ഒരു സമർപ്പണം ചെയ്തതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നും അമ്പലപ്പുഴ പാൽപ്പായസം അവിടെ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിക്കാൻ വേണ്ടി നമ്മുടെ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ ഉച്ചപൂജ സമയത്തും അവിടെ എത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവം? ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞിട്ട് അപ്പോൾ നടയടക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉച്ചപൂജ കഴിഞ്ഞ് ഉച്ചശീവേലി ഉണ്ടാവും, പക്ഷെ ഗുരുവായൂർ അതില്ല. ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞാൽ അപ്പം നടയടയ്ക്കും. കാരണം ഭഗവാൻ ഇവിടെ എത്തേണ്ടതാണ്, അമ്പലപ്പുഴ എത്തണം, ആ പാൽപ്പായസം കഴിക്കണം, അല്ലേ? അതേപോലെ അത് കഴിഞ്ഞ് എപ്പോഴാണ് അവിടെ ഉച്ചശീവേലി നടക്കുന്നത്? വൈകുന്നേരമാണ് ഗുരുവായൂർ മാത്രം ഉച്ചശീവേലി നടക്കുന്നത്. അതിന് കാരണം ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആ കാലഘട്ടത്തിലേക്ക് വരാൻ. ടിപ്പു സുൽത്താൻ എല്ലാ ക്ഷേത്രങ്ങളും ആക്രമിക്കുന്ന ഒരു കാലമാണ്. ക്ഷേത്രം കൊള്ളയടിക്കുന്നു, ഖജനാവ് കൊള്ളയടിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഗുരുവായൂർ
വന്ന് ഈ വിഗ്രഹം കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോകുമോ എന്ന ഒരു ഭയം വന്നു അവിടുത്തെ തന്ത്രികൾക്ക്. അപ്പോൾ തന്ത്രി എന്ത് ചെയ്തു? തന്ത്രിയും ഊരാളനും കൂടി ഗുരുവായൂർ വിഗ്രഹം എടുത്ത് കൊണ്ടുവന്ന് അമ്പലപ്പുഴയിൽ ചെമ്പകശ്ശേരി രാജാവിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ സൂക്ഷിച്ച് വെക്കണം. കാരണം അങ്ങേക്ക് കുറേ പടയാളികളും സദസ്സും ഉണ്ടായി, രാജകൊട്ടാരമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ അയാൾ വരാൻ കുറച്ച് ഭയപ്പെടും, അതുകൊണ്ട് ഇതിവിടെ സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. തെക്കേ മഠത്തിൽ അവിടെ ഒരു തിടപ്പള്ളിയൊക്കെ ഉണ്ടാക്കി, കിണറും ഉണ്ടാക്കി, ഭഗവാനെ അവിടെ അങ്ങ് പ്രതിഷ്ഠിച്ചു. ഗുരുവായൂരപ്പൻ അവിടെയാണ് ഇരുന്നത്. പക്ഷേ ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിച്ചില്ല, അവിടെ വരാൻ അനുവദിച്ചിട്ടില്ല ഭഗവാൻ. അതുകൊണ്ട് എന്തായി? ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരിൽ ഈ വിഗ്രഹം എടുത്ത് തിരിച്ച് ഗുരുവായൂരേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇപ്പോഴും ആ ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ ഇവിടെ വന്ന് പ്രസാദം സ്വീകരിച്ച് പാൽപ്പായസം കുടിച്ചിട്ട് അദ്ദേഹം പോകുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴും ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അമ്പലപ്പുഴ പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം അവിടെ ഉണ്ട്, തെക്കേടത്തുണ്ട്, എപ്പോഴും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ പാൽപ്പായസം ഉണ്ടായതും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അവിടെ വന്നതും. അവിടെ ഉപദേവതമാരെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ. ചുറ്റുമുള്ള ഉപദേവതമായിട്ട് മഹാദേവനുണ്ട്, അയ്യപ്പനുണ്ട്, ഭദ്രകാളിയുണ്ട്, സർപ്പം ദൈവങ്ങളുണ്ട്. ഇവരൊക്കെ അവിടെ ഉപദേവതമാരായിട്ടുണ്ട് താനും. അപ്പോൾ ഇവിടെ ഒരു വിശേഷപ്പെട്ട കാണാം വേലകളി എന്ന് പറയുന്നത്. വേലകളി എന്ന് പറയുന്നത് പണ്ടത്തെ ഭടന്മാരുടെ രൂപവേഷ വിധാനങ്ങളൊക്കെ അറിഞ്ഞ് നല്ലൊരു തലപ്പാവ്, നല്ല നിറപ്പകിട്ടുള്ളൊരു തലപ്പാവൊക്കെ ഇട്ട് അവരിങ്ങനെ അഭ്യാസമുറകൾ കാണിക്കുന്ന ഒരു രീതിയാണ് വേലകളി എന്ന് പറയുന്നത്. കുളത്തിൽ വേല, കുളത്തിൻ്റെ കരയിൽ നിന്നൊരു വേല, അങ്ങനെയുണ്ട്. അതിവിടെ മാത്രമല്ല കേട്ടോ, ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും വിശേഷമാണ്. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ വല്ലഭ ക്ഷേത്രത്തിലും വളരെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇത് ഭയങ്കര വിശേഷമുള്ളതാണ്. അപ്പോൾ ഈ വേലക്കളി എന്ന് വെച്ച് തുടങ്ങിയത് ഒരു മാത്തൂർ നമ്പൂരിയാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അത് ആയോധന കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് പിന്നെ ഒരു കഥയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ ഗോപന്മാരോടൊത്ത്, കളിക്കൂട്ടുകാരാണല്ലോ അവർ, വൃന്ദാവനത്തിലേക്ക് ഇങ്ങനെ ഓടി കളിച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് അവർ താമരപ്പൊയ്കയിലൊക്കെ ഇറങ്ങി കളിച്ച് നീരാടി ഒക്കെ കഴിഞ്ഞ് കയറുമ്പോൾ ഓരോരുത്തരും ഓരോ താമര ഇലയും പറിച്ചു, തണ്ടോടുകൂടിയ ഓരോ താമര മുട്ടും പറിച്ചു. എന്നിട്ട് കരയിൽ കയറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വാൾപ്പയറ്റ് പോലെ ഇവർ കളി തുടങ്ങി. ഭയങ്കര കളിയും ബഹളവും ചിരിയും തകർപ്പുമായിരുന്നു. ഭഗവാൻ അങ്ങനെയാണല്ലോ, ഗോപരിപാലനത്തിന് പോകുമ്പോൾ ഗോന്മാരുടെ കൂടെ അവരുടെ ഒന്നായി മാറി അവർക്ക് ആനന്ദം കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ അപ്പോഴത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കളിച്ചപ്പം നാരദ മഹർഷി അതുവഴി പോകുമായിരുന്നു. അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹം ഭയങ്കര അങ്ങ് ഇൻട്രസ്റ്റ് ആയി. എന്ത് രസമാണ് ഇത് കാണാൻ, ഈ കളി എന്ത് രസമായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കുന്നത്. കൃഷ്ണൻ അതിൻ്റെ കൂടെ കളിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമാണ്, പക്ഷെ അവരുടെ കൂടെ ഒരു കുഞ്ഞായിട്ട് കളിക്കുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വേഗം വില്ലുമംഗലം സ്വാമിയോട് പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു ആചാരം എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭഗവത് പ്രീതിക്കായി ഈ ഒരു വേലകളി പോലെ ഒന്ന് തുടങ്ങണം, അത് ചെയ്യണം. ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ അന്തം വിട്ട് ആനന്ദാതിശയമായി ഞാൻ നിന്നുപോയി എന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. വില്ലുമംഗലസ്വാമി ഉടനെ ഒരു ധ്യാനത്തിലിരുന്നു. അപ്പോൾ ഭഗവാൻ ഈ വേലകളി അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ അദ്ദേഹവും ഗോപന്മാരുള്ള കളി വന്ന് മുഴുവൻ കാണിച്ചു കൊടുത്ത് ഉടനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ആയോധനാമുറകളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ രൂപമൊക്കെ ഉണ്ടാക്കി അതിന് ചുരികയും വാളുമാക്കി. എന്ന് പറഞ്ഞാൽ ഒരു തടയാനുള്ള ചുരികയുണ്ട്, അതിനകത്ത് അങ്ങനെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. ചുരികയുണ്ട്, നമുക്ക് തടസ്സം നിൽക്കാനുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട്, അതായത് ആ ഇലയുടെ രൂപത്തിൽ അല്ലേ, അങ്ങനെ രണ്ടും കൂടി വെച്ചിട്ടാണ് ചുരികയും തടസ്സമുള്ളത്. അങ്ങനെയാണ് അവർ ഇപ്പോൾ കാണിക്കുന്ന ഓരോ ഇതുകൊണ്ട്. അപ്പോൾ ഈ ഒരു തടസ്സം എന്ന് പറയുന്നത് നമുക്കിവിടെ തിരുവനന്തപുരത്തും കാണിക്കാമല്ലോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്പലപ്പുഴ വേലകളി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. കാരണം ഇതെല്ലാവർക്കും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ഭയങ്കര ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം നമ്മൾ അറിഞ്ഞു, അമ്പലപ്പുഴ വേലകളി കണ്ടു. പണ്ട് ഇതിനെപ്പറ്റി ഒരു ചൊല്ലുണ്ട് കേട്ടോ, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, അമ്പലപ്പുഴ വേല കണ്ടവൻ അമ്മയും വേണ്ട എന്നാണ് പഴഞ്ചൊല്ല്. എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അതൊരു ഭയങ്കര രസമായിട്ട് ഞാനന്ന് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. കാരണം രസമാണിത്. എന്താണ്,
കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, അമ്പലപ്പുഴ വേല കണ്ടവൻ അമ്മയും വേണ്ട. അത്രയ്ക്ക് സുന്ദരമാണ് ആ കളി എന്നാണ് പറയുന്നത്. അതുപോലെ വേലകളിയാണ് അതിൻ്റെ ഒരു ഭാഗം അമ്പലപ്പുഴയിൽ നടക്കുന്നത്. പിന്നെ അവിടുത്തെ ഉത്സവം നോക്കൂ. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനമാസത്തിലെ തിരുവോണം മുതൽ തുടങ്ങുന്ന ഉത്സവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അത് എനിക്ക് ഭാഗ്യം വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അവിടെ പോയി ആ ഉത്സവങ്ങൾ പല ദിവസങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 7-ാം ദിവസം കുടവരവ് എന്ന് പറയും. കുടവരവ് എന്ന് പറയുന്നത് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് അമ്മയുടെ ഉത്സവം കാണാൻ മകൻ വരുന്നു. മോഹിനിയാണല്ലോ അമ്മ, മഹാവിഷ്ണുവാണല്ലോ അമ്മ എന്ന് പറയുന്നത്. അങ്ങനെ അമ്മയുടെ ഉത്സവം കാണാൻ മകൻ വരുന്നു. ഒരു കുടയുമായി ആ കുടയൊക്കെ എടുത്ത് അവിടെ സമർപ്പിച്ച് പഴയ കുട അദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നുള്ള ആ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടിരുന്ന ആ കുടയാണ് അടുത്ത ഒരു വർഷം പൂർണ്ണമായും അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രത്തിൽ അവർ യൂസ് ചെയ്യുന്നത്. എല്ലാ പൂജകൾക്കും കുട പുറത്തെടുക്കാനും എഴുന്നള്ളത്തിനും ഒക്കെ എടുക്കുന്നത് ആ കുട തന്നെ. അതാണ് കുടവരവ്. 8-ാമത്തെ ദിവസമാണ് കുട്ടവരവ്. അഞ്ചലിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് കുട്ടവരവ് വരുന്നത്. അതെന്തിനാണ്? 9-ാം ദിവസത്തെ സദ്യവട്ടങ്ങൾക്കുള്ള എല്ലാം കറി നുറുക്കാനും എല്ലാം അരിഞ്ഞു കൂട്ടാനും ഒക്കെ ആയിട്ടുള്ളതാണ് ഈ കുട്ടവരവെന്ന് പറഞ്ഞ് അതുണ്ടാക്കുന്നത്. 9-ാമത്തെ ദിവസമാണ് ഏറ്റവും പ്രസിദ്ധമായ നാടകശാല സദ്യ. ആ സദ്യ വളരെ വിശേഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഒരു കാഴ്ച കേട്ടോ അതൊക്കെ. കാരണം ആ സദ്യ അങ്ങോട്ട് വിളമ്പി തുടങ്ങുമ്പോഴേക്ക്, ഒരു നെയ് വിളമ്പി തുടങ്ങുമ്പോഴേക്കും എല്ലാവരും തട്ടിമറിച്ച് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലായി പല വഴിക്ക് ഓടി ആ സദ്യ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടത്. അത് അന്തം വിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ എങ്ങും കാണാത്തൊരു കാഴ്ചയാണ്. അപ്പം അതിനൊരു കഥയുണ്ട്. വില്ലുമംഗലം സ്വാമി ഒരിക്കൽ അമ്പലപ്പുഴ വന്ന് ഭഗവാനെ നോക്കുമ്പം ശ്രീകോവിലിൽ ഭഗവാനില്ല. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്, ഭഗവാനെ കാണാൻ പറ്റും. നമ്മളൊക്കെ പോയാൽ നമുക്കൊന്നും അറിയാനും പറ്റില്ല. നമ്മൾ കാണാതെ ഉണ്ടോ ഇല്ലയോ, നമ്മൾ ഭഗവാൻ ഉണ്ടെന്നുള്ള സങ്കല്പം നമ്മൾ തൊഴുതിട്ട് വരുന്നു അല്ലേ. പക്ഷെ അദ്ദേഹം ബ്രഹ്മജ്ഞാനം നേടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹം നോക്കുമ്പം ഭഗവാൻ അവിടെ ഇല്ല. ഭഗവാനോടൊക്കെ അപ്പോഴൊക്കെ തിരഞ്ഞു, ഇല്ല. നോക്കുമ്പം നാടകശാലയിൽ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ജീവനക്കാർ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പുന്നു. നോക്കുമ്പോൾ അതാ കുഞ്ഞിക്കണ്ണൻ നെയ് വിളമ്പുന്നതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ചാരുതയായ ആ രൂപമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ആ സദ്യ വിളമ്പുന്നു. സദ്യവട്ടം എന്താണ്? 4 കൂട്ടം പായസം, 3 കൂട്ടം ഉപ്പേരി, 3 കൂട്ടം അച്ചാറ്, പിന്നെ എല്ലാ സദ്യവട്ടകളും ഉണ്ട്. എല്ലാം വിളമ്പി റെഡിയാക്കി ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കാണ് ഇത് തുടങ്ങുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ എൻ്റെ കണ്ണാന്ന് വിളിച്ച് നമ്മുടെ ഇദ്ദേഹം ഒരൊറ്റ ഓട്ടം. വില്ലുമംഗലം സ്വാമി ഓടി വന്നപ്പോഴേക്കും കണ്ണൻ തിരിഞ്ഞൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ണൻ മനസ്സിലായി എന്നെ പിടിക്കപ്പെട്ടു. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആസ്വദിച്ച് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പിടിച്ചപ്പെട്ടു. ഇതിപ്പോൾ അദ്ദേഹം ഒരൊറ്റ ഓട്ടം ഓടി. പുറകെ അദ്ദേഹം വിടുമോ? വില്ലുമംഗലം സ്വാമി പുറകെ ഓടി. ഇത് കണ്ട് കണ്ണാന്ന് വിളിച്ചു. കണ്ണൻ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സദ്യ വിളമ്പി തരുന്നു എന്ന് ഭക്തർക്ക് മനസ്സിലായപ്പോൾ, ഭക്തർക്കും കണ്ണന് വേണ്ടി കണ്ണനെ കാണണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ കണ്ണന് വേണ്ടിയുള്ള പരക്കം പാച്ചിലായി അവിടെ. അപ്പോൾ പിന്നെ അവരുടെ ഊണല്ല, അവരുടെ ഭക്ഷണമല്ല പ്രശ്നം. എൻ്റെ കണ്ണനെ കാണണം, എൻ്റെ ഭഗവാനെ കാണണം, ഒരു നോക്ക് കാണാൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം. അവിടെ ഭക്ഷണമാണോ, എന്ത് ചെയ്യുന്നു? പണ്ട് ഗോകുലത്തിൽ നടന്ന കാര്യമാണ്. ഗോപസ്ത്രീകൾ കൃഷ്ണൻ്റെ ഓടക്കുഴി വിളി കേൾക്കുമ്പോൾ തൈര് കടഞ്ഞുകൊണ്ടിരുന്നവരും, മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നവരും, ഭർത്താവിന് കൊടുത്തുകൊണ്ടിരുന്നവരും, ആടാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പകുതിക്ക് അതെല്ലാം മറന്ന് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെയും ഭക്തർ എൻ്റെ കണ്ണൻ എന്ന് പറഞ്ഞ് ഊണോ സാരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും മറന്ന് ഓടി കണ്ണനെ കാണാൻ വേണ്ടി ഓടി. കണ്ണൻ എവിടെ എന്നുള്ള പരക്കം പാച്ചിലായിരുന്നു ഉള്ളത്. ആ സമയത്തേക്കുള്ള ഒരു ഓട്ടമാണ് നാടകശാല സദ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ ഇന്നും ചെയ്യുന്നത് അതുതന്നെയാണ്. അവിടുത്തെ ഉപദേശ സമിതിയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് നടക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പക്ഷേ പണ്ടത്തെ പോലെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു നിയമമൊക്കെ വന്നതുകൊണ്ട് ഒരു 3/4 ഊണൊക്കെ കഴിഞ്ഞിട്ടേ ഈ ഒരു കാര്യം തുടങ്ങാറുള്ളൂ. പക്ഷേ മുഴുവൻ ഊണ് പൂർത്തിയാക്കാറില്ല ഒരിക്കലും. കാരണം ആ നാടകശാല സദ്യയുടെ ഓർമ്മ പുതുക്കാൻ ഭഗവാൻ ഈ കൂട്ടത്തിൽ ഇന്നുമുണ്ട്. കാരണം ഭഗവാൻ മണിക്കിണറിൻ്റെ അവിടെ ഇരുന്ന് ഇതെല്ലാം നോക്കി ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഇന്നും വിശ്വാസം. സാക്ഷാൽ പരബ്രഹ്മത്തിന് ഇതൊക്കെ ഒരു സാക്ഷിയെ നമുക്കതൊരു ഭാഗ്യം തന്നെയല്ലേ.
അപ്പോൾ അദ്ദേഹം അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇവരെല്ലാം ഓടുകയാണ് പല വഴിക്ക്. അതിലേതോ ഒരു ബിരുദൻ പണ്ട് കിട്ടിയൊക്കെ എടുത്ത് മറ്റൊരാൾ എറിഞ്ഞു, അത് പിന്നെ ഒരു ശീലമായി. അങ്ങനെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സദ്യയിലെ പകുതി വന്ന ഭക്ഷണം എറിയും. ചിലരൊക്കെ വലിയൊരു കവറും കൊണ്ടുവന്ന് ഈ സദ്യയല്ലോ അതിനകത്തോട്ടാക്കി തന്നെ കൊണ്ടുപോകുന്നവരൊക്കെ പലരും ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഇതെല്ലാം കൊണ്ടുപോയി അവർ ആ നാടകശാല സദ്യ. പക്ഷേ അതിൻ്റെ അനുസ്മരണമാണ്. ഭഗവാനെ തേടിയുള്ള ആ യാത്ര ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഭഗവാനെ തേടി അലയുകയാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നോ, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എവിടെയാണ് നമ്മൾ തേടി പിടിക്കാനുള്ള ഒരു വെമ്പലാണ് നമ്മുടെ ഈ ജന്മം എന്ന് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ നാടകശാല സദ്യയുടെ തത്വം, അതിൻ്റെ പൊരുൾ. അത് കഴിയുമ്പോൾ ആ ഉണ്ട അല്ലെങ്കിൽ കയ്യിൽ ആ ചോറും എടുത്ത കൈകളുണ്ട്. ഇച്ചിരി കൈയോടുകൂടി തന്നെ അവർ പുത്തൻകുളത്തിൽ പോകും പടിഞ്ഞാറ്. അത് കഴിഞ്ഞ് പടിഞ്ഞാറ് നടയിൽ വരും. അത് കഴിഞ്ഞ് ആനക്കൊട്ടിൽ വന്ന് അവർ ഭഗവാനെ കൈയും കാലുമൊക്കെ കഴുകി ആനക്കൊട്ടിൽ വന്ന് അവർ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. തന്നന്നത്താന തന്നാന തന്നന്നത്താന തന്നാന പാൽക്കടലിൽ മുങ്ങിയിടും ദേവാ നീയെ കാണേണം. അങ്ങനത്തെ ആ ഒരു തന്നന്നത്താന തന്നാന തിത്തകത്വവും തെയ്യത്വവും തിത്തകത്വം ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഭജനയും വെച്ച് അവർ ആർപ്പ് വിളിച്ച് ആനന്ദിച്ച് വന്ന് ഇപ്പോൾ ഉള്ള ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോട് വന്ന് പണക്കിഴി വാങ്ങിക്കും ഈ ഉപദേശസമിതി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്നവർ. പിന്നെന്താ ചെയ്യുക, ദേവസ്വം അധികാരിയുടെ നിന്ന് പഴക്കൊല വാങ്ങിക്കും. വലിയ പപ്പടമൊക്കെയാണ് ഇതെല്ലാം അവർ ആദ്യം കെട്ടി തൂക്കും. ഇതൊക്കെ ഭയങ്കര വിശേഷമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആചാരം നിലനിർന്നു പോകാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ പ്രസൻസ് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ എവിടെയും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തന്നെയാണ്. ഓരോരുത്തരും ഇതിനെപ്പറ്റി കേൾക്കും, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ കഥകൾ വരുന്നത്. ഇത് തന്നെ നോക്കൂ, എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നു. അപ്പോൾ ഒരു കസിൻ ചേട്ടൻ ചോദിച്ചു, ഇതെന്താ ഭക്ഷണം കഴിച്ചാൽ പോലും പിന്നെ തമ്മിലുണ്ടാക്കുന്നത് തമ്മിൽ ഓടുകയും കളിക്കുന്ന ഇതെന്താ സദ്യക്കും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, മോളെ നീ ഇതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ യൂട്യൂബ് ഇടാമെന്ന് എനിക്കൊരു പ്രചോദനം തോന്നിയത് തന്നെ. കാരണം മീനമാസത്തിൽ തിരുവോണം നക്ഷത്രത്തിലാണ് അമ്പലപ്പുഴ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 10 ദിവസം നീണ്ടു നിൽക്കുകയാണ്. അതിനകത്ത് വരുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളും. അപ്പോൾ ഭഗവാൻ സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവാന്തര്യാമിയാണ്. നമ്മുടെയൊക്കെ ഉള്ളിരിക്കുകയാണ് ഈ ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ ഊണിലും ഉറക്കത്തിലും എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഊണിൻ്റെ ഇടയ്ക്കും ആ സദ്യ ഉണ്ണുന്നതിനിടയ്ക്കും എൻ്റെ കണ്ണൻ എന്ന് നമ്മൾ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ പുറകെ നമ്മളൊരു പ്രയാണം നടത്തുകയാണ്. ഊണല്ല വലുത്, ഉറക്കമല്ല വലുത് എന്നുള്ള രീതിയിൽ എൻ്റെ ഭഗവാനെ എനിക്ക് കാണണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ നാടകശാല സദ്യ. നമുക്കെല്ലാവർക്കും ഭഗവത് കാരുണ്യം എപ്പോഴും എവിടെയും ഏത് സമയത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവത് കാരുണ്യം ഉണ്ടാവട്ടെ. യോഗീശ്വര നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു.